ഹലോ ഹായ്, ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലോങ്ങൻ. ഇതാ എൻ്റെ മുൻവശത്തൊക്കെ കാണുന്നുണ്ടല്ലേ നിങ്ങൾ? ലോങ്ങൻ, നമ്മുടെ ലോങ്ങൻ്റെ തയ്യാണി കാണുന്നത്. അധികാളും ഇതിന് നമ്മുടെ ഇവിടെ ലിച്ചി എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ലിച്ചി ഇതല്ല, ലിച്ചി വേറെയാണ്. ലിച്ചി നമ്മുടെ ഈ കേരളത്തിൽ കായ്ക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വയനാട് കുറച്ച് തണുപ്പുള്ള ഏരിയയിൽ, ഇടുക്കി ഭാഗം വയനാടൊക്കെ തണുപ്പുള്ള ഏരിയയിൽ അത്യാവശ്യം ചിലർക്കൊക്കെ കായ്ക്കുന്നുണ്ട്. അല്ലാതെ നമുക്കൊന്നും ഇവിടെ ലിച്ചി കായ്ക്കില്ല. ഇതിനെയാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും ലിച്ചി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ലിച്ചി അല്ല, ഇതിൻ്റെ പേര് ലോങ്ങൻ എന്നാണ്. ഇതൊക്കെ അത്യാവശ്യം ഫ്രൂട്ട്സ് കടയിലൊക്കെ ഇത് ഇന്ന് കാണുന്ന ഒരു പഴം തന്നെയാണ്. അപ്പോൾ അറിയുന്നവർക്ക് ഇതിനെ അറിയാം എന്താ ഇതിൻ്റെ പേര് എന്നുള്ളത്. ഇത് നമ്മുടെ നാട്ടിൽ ചിലവരൊക്കെ ഡ്രമ്മിലും ചട്ടിയിലൊക്കെ വെച്ച് വളർത്തുന്നുണ്ട്. അതിൻ്റെ പറ്റി ഒരുപാട് വെറൈറ്റികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ, ഒരു പഴച്ചെടി ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഇറങ്ങുന്നുണ്ട്. എല്ലാം വാങ്ങിച്ച് വെച്ചിട്ട് ചിലവർക്കൊക്കെ ഇത് കായ്ക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഏറ്റവും നല്ലത്, ഞാൻ ലോങ്ങൻ വെറൈറ്റിയിൽ, ഞാനിവിടെ ഇപ്പം 4 വെറൈറ്റി ലോങ്ങനാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. അതിൽ ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഡയമണ്ട് റിവറിനാണ്. ഞാൻ ഈ പിടിച്ചിട്ട് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ഏകദേശം 3-3.5 വർഷമായിട്ടുള്ളൂ ഈ തൈ. ഇതൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഇത് കായ്ച്ചിട്ട് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കായ്ച്ചത്. ഈ വർഷം നന്നായിട്ട്, കഴിഞ്ഞ വർഷം ഒരു 1-2 കൊല മാത്രമേ ഇതുപോലെ കായ്ച്ചിട്ടുള്ളൂ. ഈ വർഷം എല്ലാ ഭാഗത്തും ഇത് കായ്ച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ലത് നമുക്ക് നിലത്ത് സെറ്റ് ചെയ്യാൻ, നിലത്ത് ഡയമണ്ട് റിവർ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഡ്രമ്മിൽ സെറ്റ് ചെയ്യരുത്. നന്നായിട്ട് വേരോടേണ്ടതും നന്നായിട്ട് കായ്ഫലം തരുന്ന ഒരു പഴച്ചെടി തന്നെയാണ് നമ്മുടെ ഡയമണ്ട് റിവർ. ഇതാണ് ഡയമണ്ട് റിവർ. നമുക്ക് ഇതുപോലെ കായ്ക്കും. കണ്ടില്ലേ നിങ്ങൾ? ഇതൊരു രസം തന്നെയല്ലേ? നമ്മളിത് വീട്ടിൻ്റെ മുറ്റത്ത് സെറ്റ് ചെയ്തതാണ്. ഞാൻ ഇതിൻ്റെ സ്ഥലക്കുറവാണ്, പരമാവധി ഓരോ ഭാഗത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തൊക്കെ റംബുട്ടാനും റംബുട്ടാനൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തൊക്കെ റംബുട്ടാനും തൈകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗത്താണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം ഇത് കായ്ച്ചതാണ്, ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ്. ഏതായാലും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇതാണ് നമ്മുടെ ലോങ്ങൻ. നമ്മുടെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കും. നമ്മുടെ സ്ഥലത്തിൻ്റെ ഏതെങ്കിലും നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ മാത്രം തിരഞ്ഞെടുക്കുക. അതുപോലെ നന്നായിട്ട് വളപ്രയോഗം ചെയ്യുക. നല്ല മധുര. ശരിക്കും പാകമായി വരുന്നേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ സീഡ്, നമ്മുടെ ഡയമണ്ട് റിവറിൻ്റെ സീഡാണിത്. അപ്പം നമുക്ക് നിലത്ത് സെറ്റ് ചെയ്യാൻ ഏറ്റവും ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു പഴച്ചെടി നമ്മുടെ ലോങ്ങൻ വെറൈറ്റിയിൽ ഡയമണ്ട് റിവർ തന്നെയാണ്. ബാക്കി നമുക്ക് ഡ്രമ്മിലും ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ബാക്കി ഞാൻ സെറ്റ് ചെയ്തില്ല. അതിലൊന്ന് 4 സീസണാണ്. 2ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് 4 സീസണാണ്. അതുപോലെ നമുക്ക് 3ാം സ്ഥാനം കൊടുക്കുന്ന ഒരു ലോങ്ങൻ വെറൈറ്റി നമ്മുടെ പിങ് പോങ് ആണ്. പിങ് പോങ് നന്നായിട്ട് നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ, നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നിലത്ത് സെറ്റ് ചെയ്താലും നല്ലതാണ്, നന്നായിട്ട് കായ്ക്കും. ഇനി സ്ഥലമില്ലെങ്കിൽ നമുക്ക് ഒരു ഡ്രമ്മിലോ അല്ലെങ്കിൽ ഒരു 18 ഇഞ്ച് ചട്ടിയിലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിങ് പോങ് പോലുള്ള വെറൈറ്റികളുടെ ലോങ്ങൻ നമുക്ക് കായ്പ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ 4ാം സ്ഥാനം നമുക്ക് കൊടുക്കാനുള്ളത് വൈറ്റ് ലോങ്ങനാണ്. വൈറ്റ് ലോങ്ങൻ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കായ്ച്ചു കിട്ടില്ല. ഇങ്ങനെ നമുക്ക് കൊലയായിട്ട് കായ്ച്ചിട്ടില്ല. എന്നാലും നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് വൈറ്റ് ലോങ്ങൻ. അതിൻ്റെ സീഡ് കുറച്ച് ചെറുതാണ്, നന്നായിട്ട് ഫ്ലഷ് കഴിക്കാനും നന്നായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ വൈറ്റ് ലോങ്ങൻ. പക്ഷേ ഈ രീതിയിൽ കായ്ക്കില്ല. നമുക്ക് ഇടവിട്ട് മാത്രമേ നമുക്ക് വൈറ്റ് ലോങ്ങൻ കായ്ച്ചു കിട്ടുകയുള്ളൂ. പിന്നെ 5ാം സ്ഥാനം നമുക്ക് കൊടുക്കാനുള്ളത് റൂബി റെഡാണ്. റൂബി റെഡ് സീഡ് വലുതും ഫ്ലഷ് കുറവായിരിക്കും. നമുക്ക് 2 പർപ്പസിന് ഉപയോഗിക്കാം. ചെടി രൂപത്തിലായിട്ടും ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് പഴച്ചെടി രൂപത്തിലായിട്ടും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. കാരണം അതിൻ്റെ ഇലകൾക്ക് തന്നെ നല്ലൊരു ഭംഗിയാണ്. നമുക്കിപ്പോൾ നോക്കാം, ഞാനത് കാണിച്ചു തരാം. ഇല റെഡ് കളറിൽ തന്നെയാണ് ഉണ്ടാകുക. അതുപോലെ കായ്ക്കും നമ്മുടെ ഈ പഴങ്ങളും ഉണ്ടാവുക നല്ല റെഡ് കളറിലാണ്. അതുകൊണ്ട് മുറ്റത്തൊരു ചെടി രൂപത്തിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭംഗിയാണ് നമ്മുടെ ഈ റൂബി റെഡ്. അപ്പം ഈ ഒരു വെറൈറ്റി 5 വെറൈറ്റികൾ മാത്രമേ ഞാൻ ലോങ്ങൻ വെറൈറ്റി ഇവിടെ കായ്പ്പിച്ചിട്ടുള്ളൂ. അത് നന്നായിട്ട് എനിക്ക് കായ്ച്ചു എന്ന് തെളിവ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ കസ്റ്റമർക്ക് കൊടുക്കൽ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ലോങ്ങൻ വെറൈറ്റികൾ ഇവിടെ വാങ്ങിച്ച് വെച്ചതാണ് മുൻപ്. ഈ കുറേ കൽക്കട്ട പ്ലാന്റുകളൊക്കെ അതൊന്നും കായ്ച്ചിട്ടില്ല. 7 വർഷം 8 വർഷമൊക്കെ ആയിട്ട് അത് ഒരുപാട് കട്ട് ചെയ്തു. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തെളിവ് സഹിതം എൻ്റെ മുറ്റത്ത് ഞാൻ സെറ്റ് ചെയ്തതാണ്. വലിയ എമൗണ്ടിന് ഞാൻ വാങ്ങിച്ച് വെച്ച ലോങ്ങനാണ്. അതൊന്നും കായ്ക്കാതെ ഇപ്പോൾ അവിടെ ഉണ്ട്. അത് ഞാൻ വെട്ടിക്കളഞ്ഞ് മൾട്ടി ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 1-2 വെറൈറ്റികൾ അതിൻ്റെ മുകളിൽ കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലോങ്ങൻ വെറൈറ്റികൾ വാങ്ങിച്ച് വെക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അതുപോലെ ഒരു ലോങ്ങൻ വെറൈറ്റി ഏത് രീതിയിൽ പ്ലാന്റ് ചെയ്യണം, അതുപോലെ എന്ത് വളപ്രയോഗം ചെയ്യണം, കായ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് വളം കൊടുക്കണം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്ത ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓളുന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റയിൽ നിന്നോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ
മറക്കരുത്. ഇനി നമുക്ക് ബാക്കി ലോങ്ങന്റെ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. ഇനി അടുത്തത് നമുക്ക് ലോങ്ങൻ പരിചയപ്പെടാനുള്ളത് 4 സീസൺ ആണ്. അധികം ആൾക്കും അറിയാം 4 സീസൺ നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ലോങ്ങൻ വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഈ 4 സീസൺ. 4 സീസന്റെ ലോങ്ങനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാ ഇതിന്റെ മദർ പ്ലാന്റ് ഞാൻ നിലത്ത് വെച്ചിട്ടുണ്ട്. നഴ്സറിയിൽ ഞാൻ നിലത്ത് വെച്ച് സെറ്റ് ചെയ്തതാണ്. അതും നന്നായിട്ട് കായ്ച്ചതാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. വീട്ടിൽ അത്യാവശ്യം ഇതുപോലെ ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെ ആയിട്ട് നിലത്ത് വെക്കാൻ പറ്റുന്ന നിലത്തും വെച്ചിട്ട് ഞാൻ എല്ലാ പഴച്ചെടികളും ഏകദേശം നമ്മുടെ നാട്ടിൽ കാലാവസ്ഥയിൽ കായ്ക്കുന്നതായിട്ടുള്ള പഴച്ചെടികൾ മാത്രമേ ഞാൻ സെറ്റ് ചെയ്യലുള്ളൂ, ഞാൻ കൊടുക്കലുള്ളൂ. അങ്ങനെയുള്ള പഴച്ചെടികൾ മാത്രമാണ് ഇത്. ഇത് ലോങ്ങൻ, നമ്മുടെ 4 സീസൺ ലോങ്ങനാണ്. ഇതും ഡ്രമ്മിൽ കായ്ച്ചതാണ്. കണ്ടില്ലേ? ഇപ്പം നമുക്ക് വൈറ്റ് ലോങ്ങൻ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ 4 സീസണാണ് ഈ കാണുന്നത്. കായ്ച്ചിട്ട് കണ്ടില്ലേ? ഇത്തിരി നന്നായിട്ട് നമുക്ക് ഡ്രമ്മിൽ തന്നെ ഇത് കായ്ക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വൈറ്റ് ലോങ്ങൻ ഉള്ളത്. നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ വൈറ്റ് ലോങ്ങൻ. ഇതും ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ്. ഇതിപ്പം കായില്ല ഇതിൻ്റെ മുകളിൽ. ഇതിൻ്റെ മുകളിൽ നിറയെ പൂവാണ്. ഇത് കഴിഞ്ഞ വർഷം കായ്ച്ചതാണ്. ഇതിപ്പോൾ 3 വർഷമായ ഒരു പ്ലാന്റ് ആണ്. കഴിഞ്ഞ വർഷം നന്നായിട്ട് കായ്ച്ചതാണ്. നമ്മുടെ 4 സീസൺ കായ്ക്കും പോലെ പെട്ടെന്ന് ഇത് കായ്ക്കില്ല. നമുക്ക് കുറച്ച് 4 സീസണും ഡയമണ്ട് റിവറും കായ്ച്ചതിന് ശേഷം മാത്രമേ ഇത് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങിയുള്ളൂ. ഇതിൻ്റെ എല്ലാ ഭാഗത്തും പൂവുണ്ട്. കണ്ടില്ലേ? നിങ്ങൾ കാണാൻ പറ്റും. പൂത്തതാണ് ഈ കാണുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ ഇത് ആയിക്കിട്ടും. നന്നായിട്ട് കായ്ക്കുന്നത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ 4 സീസൺ ഡയമണ്ട് റിവറും കായ് ഫലം തരുന്നത് പോലെ അത്ര നമുക്ക് ബുഷായിട്ട് ഇത് കായ്ക്കില്ല. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഇടവിട്ടാണ് ഇത് കായ് ഉണ്ടാകുക. അല്ലാണ്ട് നമ്മുടെ ഈ 4 സീസൺ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കായ്ക്കുന്നത് പോലെ നമുക്ക് വൈറ്റ് ലോങ്ങൻ കായ്ക്കില്ല. വലിപ്പം കൂടുതലാണ്. ഫ്ലഷ് നന്നായിട്ട് കഴിക്കാനും ഉണ്ടാവും നമുക്ക് വൈറ്റ് ലോങ്ങൻ. അങ്ങനെയുള്ള ഒരു ലോങ്ങനാണ് നമ്മുടെ വൈറ്റ് ലോങ്ങൻ. അതുപോലെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് 5 ലോങ്ങൻ്റെ വെറൈറ്റികളാണ്. 5 ലോങ്ങൻ വെറൈറ്റികളാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ 4 അല്ല 5 എണ്ണം ഉണ്ട്. അതിൽ ഒന്ന് വരുന്നത് പിങ് പോങ് ആണ്. പിങ് പോങ്ങും നല്ല വെറൈറ്റി തന്നെയാണ് ലോങ്ങൻ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പിങ് പോങ്. ഇത് ചെറിയൊരു ചട്ടിയിൽ, ഏകദേശം ഒരു 16 ഇഞ്ച് വലുപ്പമുള്ള ഒരു ചട്ടിയിലാണ് ഈ തൈ കിടക്കുന്നത്. ഇതിൻ്റെ പൂവ് കണ്ടില്ലേ? ഇത് ഞാൻ എൻ്റെ മദർ പ്ലാന്റിൽ നിന്ന്, എൻ്റെ നഴ്സറിയിലാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഉള്ളത്. ആ മദർ പ്ലാന്റിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ തൈയാണ്. ഇത് കായ്ച്ചിട്ട് കണ്ടില്ലേ? ചെറിയൊരു തൈൻ്റെ മുകളിൽ തന്നെ നമുക്കിത് കായ്ക്കും. നമ്മുടെ ഒറിജിനൽ തൈ മദർ പ്ലാന്റ് ഓക്കെയാണ്. ആ മദർ പ്ലാന്റിൽ നിന്ന് മുകളിൽ നിന്ന് ക്ലിപ്പ് എടുത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് കായ്ക്കുകയുള്ളൂ. നമുക്ക് ഈ കൽക്കട്ട പ്ലാന്റ് ഒക്കെ വരുന്നത് ഫുള്ള് ലോങ്ങൻ്റെ തൈകൾ തട്ടിപ്പാണ്. അതൊക്കെ 2 സീഡിട്ട് മുളപ്പിച്ച് അതിൻ്റെ മുകളിൽ ചെത്തി ഒട്ടിച്ചിട്ടൊക്കെ നമുക്ക് ഗ്രാഫ്റ്റിംഗ് കാണിച്ചു തന്നിട്ട് വരുന്ന പ്ലാന്റുകളാണ് കൂടുതലായിട്ടും കൽക്കട്ട പ്ലാന്റുകൾ ലോങ്ങൻ വരുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഗ്രാഫ്റ്റിങ്ങോ ബെഡിങ്ങോ ചെയ്യുന്ന തൈകൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ റൂബി റെഡ് ആണ്. റൂബി റെഡ് ഞാൻ സെലക്ട് ചെയ്ത് 5ാം സ്ഥാനം കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് റൂബി റെഡിൻ്റെ സീഡ് വലുപ്പം കൂടുതലാണ്, അതുപോലെ ഫ്ലഷ് കുറച്ച് കുറവാണ്. നമുക്ക് ഈ റെഡ് കളറിൽ ഈ ഒരു കളറിലാണ് നമ്മൾ ഇതിൻ്റെ ലീഫ് ഉണ്ടാകുക. കണ്ടില്ലേ? നമുക്കൊരു മുറ്റത്തൊരു ചെടി രൂപത്തിൽ നമുക്കിത് വളർത്താൻ പറ്റും. ഇനി ഇതിൻ്റെ കായ്ച്ചു കഴിഞ്ഞാലും ഇതിന് ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ കായ്ഫലം ഇത് ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. ഇത് വീഡിയോ എടുക്കാൻ താമസിച്ചു പോയി. ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് വിളവെടുത്തതാണ്. ഇതിൻ്റെ മുകളിൽ ഒരു കായ് മാത്രം കണ്ടില്ലേ? ഇതാണ് ഈ ഒരു റെഡ് കളറിലാണ് ഈ റൂബി റെഡ് ഉണ്ടാകുക. ഇവിടെയൊക്കെ അത്യാവശ്യം കായ് ആയി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞു, വിളവെടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ വർഷം നന്നായിട്ട് കായ്ച്ചതാണ്. ഇത് നമുക്കൊരു ഡ്രമ്മോ ചട്ടി ആയാലും മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു 50 ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? 50 ലിറ്ററിൻ്റെ ഡ്രമ്മിൽ സെറ്റ് ചെയ്തത് നമ്മളൊരു റൂബി റെഡിൻ്റെ ഒരു ലോങ്ങനാണ്. ഇത് നമുക്ക് 5ാം സ്ഥാനമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ സോപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കായ്പ്പിക്കുന്ന ലോങ്ങൻ പരമാവധി നമ്മൾ ഉപേക്ഷിക്കുക. അതുപോലെ ഒരുപാട് വെറൈറ്റികൾ ലോങ്ങൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കൽക്കട്ട പ്ലാന്റുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ 7 വർഷം പ്രായമായ ഒരു ലോങ്ങൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ നിങ്ങൾ? ഇതിൻ്റെ കടവണ്ണം കണ്ടില്ല? ഇത് നിലത്ത് ഞാൻ സെറ്റ് ചെയ്തതാണ്. 7 വർഷം പ്രായമുണ്ട്. ഇത് ഒരുപാട് ഞാൻ തലപ്പ് വെട്ടിക്കൊടുത്തു. ഇതിൻ്റെ മുകളിലേക്ക് കൂടി പോകുന്നത് ലൈനാണ്. കണ്ടാൽ മനസ്സിലായി. ഈ ലൈനിൻ്റെ പൊക്കത്തിൽ പോയിട്ട് കംപ്ലീറ്റ് വെട്ടിക്കൊടുത്തു. ഇതുവരെ കായ്ച്ചിട്ടില്ല. വലിയൊരു ഇതന്നെ. ഇതിൻ്റെ 2 തൈയുണ്ട്. ഒന്ന് ഞാൻ നഴ്സറിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൽക്കട്ട പ്ലാന്റ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീഡ് മുളപ്പിച്ചിട്ട് 2 തൈ തമ്മിൽ ചെത്തിയിട്ട് ഇവർ ഒട്ടിച്ചിട്ട് നമ്മളെ പറ്റിക്കും. അന്നിത് ചെറിയ കുഞ്ഞു തൈ 7 വർഷത്തിന് മുമ്പ് 2500 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു തൈയാണ് ഈ കാണുന്നത്. ഇത്രയൊരു രീതിയിൽ ചില പ്ലാന്റുകൾ നമ്മളെ പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്ന് വലിയ വില കൊടുത്തിട്ട് നമ്മൾ ഈ തൈകൾ വാങ്ങിക്കുക. കാരണം നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്താ, നമ്മളിത് കുഴിച്ചിട്ട് കംപ്ലീറ്റ് വളപ്രയോഗം കാര്യങ്ങളൊക്കെ ചെയ്ത് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി. ഇത് വെട്ടിക്കളയുമ്പോൾ ചെറിയൊരു വേദനയല്ല ഉണ്ടാകുക. അപ്പോൾ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തിരഞ്ഞെടുക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.